ഏവർക്കും സ്നേഹവന്ദനം. ഗോവിന്ദസ്വാമി എന്ന ചാർലി ജയിൽ ചാടി എന്നുള്ള ഒരു വലിയ വാർത്തയായിരുന്നു പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയത്. ഇന്ന് അദ്ദേഹത്തെ വിയ്യൂരിലുള്ള സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ചാർലി തോമസ് ജയിൽ ചാടി എന്ന് ജനം TV വലിയ ഹെഡിങ്ങിൽ ഇന്നലെ രാവിലെ മുതൽ തന്നെ വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ജനം TV മാത്രമല്ല, സംഘപരിവാറുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാ ചാനലുകളും ABC അടക്കമുള്ള അവരുടെ മറ്റുള്ള മീഡിയകളും അതേപോലെ തന്നെ ഹൈന്ദവ കേരളം എന്ന് പറയുന്ന അവരുടെ ഓൺലൈൻ പത്രമൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ചാർലി തോമസ് എന്നുള്ള പേരാണ്. എന്തുകൊണ്ടാണ് ചാർലി തോമസ് എന്നുള്ള പേര് മറ്റു മാധ്യമങ്ങൾ കൊടുക്കാതെ ഗോവിന്ദച്ചാമി എന്ന് പറയുന്നത്? അത് ഒരു മതത്തോടുള്ള വൈരാഗ്യം കൊണ്ടാണ് എന്നൊക്കെ ധ്വനിക്കുന്ന വിധത്തിലാണ് അവരിന്നലെ ചാനലുകളിലൊക്കെ വാർത്തകൾ വിട്ട്. എന്നാൽ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്നും എന്താണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്നും എന്ത് ക്രിമിനൽ കുറ്റത്തിനാണ് ഇദ്ദേഹം ജയിലിൽ കിടക്കുന്നതെന്നുള്ളതും നമുക്കൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ സേലം വിരുദ്ധാചലം സമത്വപുരത്തെ ഐവത്തിക്കുടി എന്ന ഗ്രാമത്തിൽ ഗോവിന്ദസ്വാമി ജനിച്ചത് ഇന്ത്യൻ ആർമിയിലെ ഒരു സൈനികനായിരുന്ന അറുമുഖത്തിൻ്റെ മകനായിട്ടാണ്. ഗോവിന്ദസ്വാമി എന്നാണ് ഇവൻ്റെ യഥാർത്ഥ പേര്. തമിഴ്നാട് മാധ്യമങ്ങളെല്ലാം തന്നെ ജന്മനാട്ടിൽ ശരിയായ വിധത്തിലുള്ള അന്വേഷണം നടത്തിയാണ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഗോവിന്ദസ്വാമിക്ക് ഒരു സഹോദരനുമുണ്ട്. പിതാവ് സൈനികനായിരുന്നെങ്കിലും അവരുടെ രണ്ടുപേരുടെയും ജീവിതം അങ്ങേയറ്റം ടോക്സിക് ആയിട്ടുള്ള ഒരു ബാല്യമായിരുന്നു എന്ന് അവരുടെ പെരുമാറ്റത്തിൽ കൂടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം അവരുടെ അച്ഛൻ കടുത്ത മദ്യപാനിയും അതേപോലെ തന്നെ ഗുണ്ടാപ്പണിയിലേക്കുമൊക്കെ തിരികെയും അതോടൊപ്പം തന്നെ മോഷണ കുറ്റത്തിലേക്കൊക്കെ അദ്ദേഹം തിരിഞ്ഞ ഒരു റിട്ടയർഡ് സൈനികനായിട്ട് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കള്ളനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം കഴിച്ചു കൂട്ടിയത്. പൂർവികർ ഉണ്ടാക്കിയ സ്വത്തെല്ലാം തന്നെ വിറ്റ് തുലച്ച ശേഷം അവർ സമത്വപുരത്തെ ഒരു ചെറിയ കുടിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങി. അവിടെ പിതാവിൻ്റെ പീഡനം സഹിക്കാൻ വയ്യാതെ അമ്മ മാനസിക രോഗിയായി അവർ തെരുവുകളിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുകയും തുടർന്ന് അവർ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അവരുടെ പിതാവും, ഈ ഗോവിന്ദസ്വാമിയുടെയും അവൻ്റെ സഹോദരൻ്റെയും പിതാവും ഒരു റോഡപകടത്തിലാണ് മരിച്ചത്. ഇതോടെ കുടുംബം അനാഥമാകുകയും പിതാവിനെ പോലെ തന്നെ നേരത്തെ തന്നെ ഈ കുട്ടികൾ രണ്ടുപേരും അല്ലറ ചില്ലറ മോഷണ കുറ്റങ്ങളിലൊക്കെ ഏർപ്പെടുകയും മാതാപിതാക്കളുടെ മരണശേഷം അവർ രണ്ടാളും ഇതൊരു തൊഴിലാക്കി മാറ്റുകയും ചെയ്തു. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള മോഷണത്തിലൂടെയായിരുന്നു അവരുടെ തുടക്കം. മോഷണം കൂടിയതോടുകൂടിയാണ് ഗോവിന്ദസ്വാമി എന്ന കൃഷ്ണൻ തമിഴ്നാട് വിടുന്നത്. അങ്ങനെയാണ് കുറേ കൂടി സംഘടിത കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായ മുംബൈയിൽ അയാൾ എത്തിച്ചേരുന്നത്. അതിന് വേറെ പല കാരണങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്യാങ്ങിൽ, ആ പ്രദേശത്തുണ്ടായിരുന്ന, തമിഴ്നാട്ടിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഗ്യാങ്ങിൽ സേലത്തുകാരനായിരിക്കുന്ന അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യയോട് വളരെ മോശമായി പെരുമാറുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ കൂട്ടുകാരനെ ഇവനെ വെട്ടിയപ്പോഴാണ് അവൻ്റെ കൈ അറ്റുപോയത് എന്ന് പറയുന്നുണ്ട്. അല്ല, ഇനിയും വേറെ പല വിധത്തിൽ. ഏതായാലും ഗോവിന്ദസ്വാമി അതൊരിക്കലും എവിടെയും കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ അഭ്യൂഹങ്ങളാണ്. അയാൾ മുംബൈയിലെത്തി. അവിടെ സൗമ്യ കൊലക്കേസിൻ്റെ കുറ്റപത്രത്തിലും ഗോവിന്ദസ്വാമി എന്ന കൃഷ്ണൻ്റെ മുംബൈയിലെ ബന്ധം നന്നായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പം മുംബൈയിൽ ഇയാൾ ചെന്നുവെന്നും അവിടെ പനവേൽ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സ്ഥലത്ത് അവിടെയുള്ള പനവേൽ ഗ്യാങ്ങിലെത്തുന്ന ഈ കൃഷ്ണൻ അസാധാരണമായ ക്രിമിനൽ മനസ്സുള്ള ഒരു സെക്സ് സൈക്കോ എന്നാണ് പല പോലീസ് റെക്കോർഡുകളിലും വളരെ കൃത്യമായിട്ട് ഗോവിന്ദസ്വാമിയെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അയാളെ സംബന്ധിച്ച് മുംബൈ ഒരു ചാകരയായിരുന്നു എന്നുള്ള നമുക്കറിയാൻ സാധിക്കും. കാരണം ലഹരിയും സെക്സുമായിരുന്നു അയാളുടെ മുഖ്യ പ്രശ്നം തന്നെ. കച്ചവടക്കാരൻ്റെയോ യാചകൻ്റെയോ രൂപത്തിലാണ് ഇയാൾ എത്തുക. അവിടെ നിന്ന് ബാഗോ മാലയോ കൊള്ളയടിക്കും. അവിടുന്ന് പിന്നെ രക്ഷപ്പെടും. ആ കളവ് വിറ്റുകൊടുക്കാനായിട്ട് പനവേൽ ഗ്യാങ് എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധമായ ട്രെയിൻ റോബറി സംഘമുണ്ട്. കിട്ടുന്ന പണത്തിന് മദ്യപിക്കുക, അതുപോലെ ലഹരി അടിക്കുക, പെണ്ണ് പിടിക്കുക, മറ്റൊരു ചിന്തയും അയാളെ സംബന്ധിച്ചില്ലായിരുന്നു. അപ്പോൾ അയാൾക്ക് കുടുംബമില്ല, കുട്ടികളുമില്ല, മാതാപിതാക്കളില്ല, ഒരു സഹോദരനേ ഉള്ളൂ. അവനും ഒരു റേപ്പ് കേസിൽ ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ മുംബൈയിലെ പനവേൽ മുതൽ ഇങ്ങ് കേരളം വരെ വ്യാപിച്ചു കിടക്കുന്ന റെയിൽവേ ഭിക്ഷാടന മോഷണ സംഘമാണ് ഈ ഇവൻ്റെ ഗ്യാങ്ങിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ. 2005 കാലത്തൊക്കെ പനവേൽ ഗ്യാങ് എന്നറിയപ്പെട്ടിരുന്നത് നമ്മളെ സംബന്ധിച്ചൊക്കെ ഞെട്ടിപ്പിക്കുന്ന കഥകളായിട്ടാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഇവരെക്കുറിച്ച് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നത് ഒരുപാട് കഥകളാണ്. ഒരു ബ്ലേഡ് മാത്രം കയ്യിൽ കൊടുത്തു വിട്ടാൽ, ഒരു കഷ്ണം ബ്ലേഡ് മാത്രം കൈ കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ കുട്ടികളെ അടക്കം ട്രെയിനിലേക്ക് ഇവർ ബ്ലേഡും കൊടുത്ത് അയക്കും. അതിനുശേഷം അതിൽ കൂടെ വൻ തുക സമ്പാദിക്കുന്ന വലിയ ഗ്യാങ് ആയിരുന്നു ഈ
പോക്കറ്റ് അടിക്കാരും മാല പൊട്ടിക്കലും അതുപോലെ ബാഗ് മോഷ്ടാക്കളുമായിട്ടുള്ള ഈ ഗ്യാങ് ചെയ്തുകൊണ്ടിരുന്നു. ഇവർ ശരിക്കും തമിഴ്നാട്ടിലെ ഒരു തിരുട്ട് ഗ്രാമം എന്ന് പറയുന്ന ഒരു ഗ്രാമം തന്നെയുണ്ട്. തിരുട്ട് ഗ്രാമം എന്ന് പറയുന്നത് മോഷണ ഗ്രാമമാണ്. അവിടെയുള്ള എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ മോഷണം പഠിപ്പിക്കുന്ന, വളർന്നു വരുന്ന സമയത്ത് മോഷണം കൃത്യമായി എങ്ങനെ ചെയ്യണമെന്ന് ഗുരുക്കന്മാരെ വെച്ച് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതേ രീതിയിൽ തന്നെ ആയിരുന്നു പനവേൽ മോഷണ ഗ്യാങ്ങും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഡെക്കാൻ ക്രോണിക്കിളിൽ നിന്നാണ് നമുക്ക് ഈ വാർത്തകളൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവരെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ മോഷണത്തിലോ മറ്റേതെങ്കിലും ഗ്യാങ് ആക്ടിവിറ്റീസിലോ ഇവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവരെ മൂത്രവും മലവും ഒഴിച്ചിട്ട് അത് വാരി എറിഞ്ഞ് അറപ്പുണ്ടാക്കിയിട്ട് രക്ഷപ്പെടും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ മലമൊക്കെ ഇവരെ പിടിക്കാൻ ചെല്ലുന്ന ആളുകളുടെ മുഖത്തേക്കൊക്കെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ആകെ ഒരു അപ്സെറ്റ് ആവും. ആ സമയം കൊണ്ട് ഇവന്മാർ രക്ഷപ്പെടുന്ന ഒരു പരിപാടിയാണ്. ഇതേ ടെക്നിക്കാണ് ഗോവിന്ദസ്വാമി ഇതുവരെയുള്ള സമയങ്ങളിൽ അവന് ആ സെൻട്രൽ ജയിലിൽ ഈ വിധത്തിൽ പരിശോധനയ്ക്ക് ചെല്ലുന്ന എല്ലാ വാർഡന്മാരെയും അവൻ ഭീഷണിപ്പെടുത്തിയിരുന്നതും ഈ വിധത്തിലൊക്കെയുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നു എന്നാണ് അവിടുത്തെ ആളുകളൊക്കെ പറയുന്നത്. ഈ മലം വാരി എറിയുന്ന സാഹചര്യത്തിൽ ജയിൽ ജീവനക്കാർക്ക് ഗോവിന്ദസ്വാമിയെ പരിശോധിക്കാൻ പേടിയായിരുന്നത്രേ. അങ്ങനെയായിരിക്കും അയാളെ ജയിൽ ചാടാനുള്ള തുണിയൊക്കെ ഒളിപ്പിച്ചു വെച്ചതെന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല, പനവേൽ മാഫിയയ്ക്ക് മറ്റൊരു രീതി കൂടിയുണ്ട്. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള നിയമസഹായവും അവർ ചെയ്തു കൊടുക്കും, അന്യോന്യം ചെയ്തു കൊടുക്കും. അപ്പോൾ അവർക്കൊരു ഗ്യാങ് ലീഡർ ഉണ്ടാകും. ആ ഗ്യാങ് ലീഡറാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു റോബറി സിൻഡിക്കേറ്റ് തന്നെയാണ് ഇവരിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പനവേൽ മാഫിയ തന്നെയാണ് ലക്ഷങ്ങൾ മുടക്കി ഗോവിന്ദസ്വാമി എന്ന കൃഷ്ണനെ കൊലക്കയറിൽ നിന്ന് രക്ഷിച്ചതും. ഗോവിന്ദസ്വാമിയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബിജു ആൻ്റണി ആളൂർ മരിക്കുന്നതിന് മുമ്പ് തനിക്ക് ഈ കേസിൽ പണം വന്നത് പനവേലിൽ നിന്നാണെന്ന് വെളിപ്പെടുത്തിയിരുന്നതായിട്ട് നമുക്കറിയാം. സൗമ്യയോട് കാണിച്ച കൊടും ക്രൂരതയെക്കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മുംബൈയിൽ നിന്നാണ് ഗോവിന്ദസ്വാമി യാചകൻ്റെ രൂപത്തിൽ 2011 കേരളത്തിലേക്ക് വരുന്നത്. അതും ഇത്തരം ഗ്യാങ്ങുകളുടെ രീതിയാണ്. മോശമായിട്ട് ഒരു സ്ഥലത്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുക എന്നുള്ളത്. അപ്പോൾ അത് പനവേലിലൊക്കെ പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ആന്ധ്രാപ്രദേശിലൊക്കെ അവൻ്റെ പേരിൽ കേസുകളുണ്ട്. അപ്പോൾ അവിടുന്നാണ് അവൻ രക്ഷപ്പെട്ടിട്ട് ഇവിടേക്ക് വരുന്നത്, കേരളത്തിലേക്ക് വരുന്നത്. അപ്പം തുടർച്ചയായി കവർച്ച നടന്നു കഴിഞ്ഞാൽ പോലീസ് വളരെ വിജിലൻ്റ് ആകുമെന്ന് ഇവർക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. അതിനാൽ താമസ ഇടങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവർ മാറ്റിക്കൊണ്ടേയിരിക്കും. പണ്ട് സേലത്ത് ജയിൽമേറ്റായിരുന്ന ഒരു ക്രിമിനലിനെ ഗോവിന്ദസ്വാമി ഇടയ്ക്ക് കണ്ടിരുന്നു. അയാളാണ് മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. ഒരു കാര്യം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് പറയട്ടെ, ഈ ഗോവിന്ദസ്വാമി എന്നല്ല, ഗോവിന്ദസ്വാമി എന്ന് തന്നെയാണ് ഇയാളുടെ പേരെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ എന്തുകൊണ്ടാണ് ഗോവിന്ദസ്വാമി എന്നുള്ള പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ താമസിച്ചത് ഒരു കോളനി പോലുള്ള സ്ഥലങ്ങളിലാണ്. നമ്മുടെ ഈ നാട്ടിലെ വീട് കോളനി എന്നൊക്കെ പണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവൻ വളർന്നു വന്നത്. അപ്പോൾ അവിടുത്തെ ആളുകളെല്ലാം തന്നെ വളരെ പവേർട്ടി ലെവലിൽ ജീവിച്ചവരായതുകൊണ്ടാണ്, അതുകൊണ്ട് തന്നെ പൊതുവിൽ അവർ തരം താണ സമൂഹത്തിലെ അംഗങ്ങളാണെന്ന് പൊതുവെ വരുത്തി തീർക്കാനുള്ള ഗൂഢമായിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഗോവിന്ദസ്വാമി എന്ന് വിളിക്കുന്നത്. ശരിക്കും അയാൾ ഹൈന്ദവ സമൂഹത്തിലെ ഉയർന്ന തലത്തിലുള്ള ഒരു കുടുംബാംഗമാണ്. അതുകൊണ്ടാണ് ഗോവിന്ദസ്വാമി എന്നുള്ള പേര് ഇട്ടത്. തന്നെയല്ല, ഇദ്ദേഹം തന്നെ തൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് പല പോലീസ് സ്റ്റേഷനിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഹൈന്ദവ സമൂഹത്തിലെ ഉയർന്ന തലത്തിലുള്ള ഒരു കുടുംബാംഗമാണ്. അതുകൊണ്ടാണ് ഗോവിന്ദസ്വാമി എന്നുള്ള പേര് ഇട്ടത്. തന്നെയല്ല, ഇദ്ദേഹം തന്നെ തൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് പല പോലീസ് സ്റ്റേഷനിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഹൈന്ദവ സമൂഹത്തിലെ ഉയർന്ന തലത്തിലുള്ള ഒരു കുടുംബാംഗമാണ്. അതുകൊണ്ടാണ് ഗോവിന്ദസ്വാമി എന്നുള്ള പേര് ഇട്ടത്. തന്നെയല്ല, ഇദ്ദേഹം തന്നെ തൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് പല പോലീസ് സ്റ്റേഷനിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓർക്കണം, ഗോവിന്ദസ്വാമി ഇവിടെ വന്നിട്ട് പാലക്കാട് മുതൽ എറണാകുളം വരെയുള്ള റൂട്ടിൽ ഏകദേശം 20ഓളം മോഷണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട്. അപ്പം അമ്മയെ അന്വേഷിക്കാനെന്ന വ്യാജേനയാണ് ഗോവിന്ദസ്വാമി കമ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ നിരീക്ഷണം നടത്തുക. അപ്പോൾ ഒറ്റക്കൈനായതുകൊണ്ട് ആരും അത്ര ശ്രദ്ധിക്കുകയില്ല, ഒരു പാവം മനുഷ്യൻ എന്നേ ചിന്തിക്കുകയുള്ളൂ. അന്ന് ഈ ക്രൂര കൃത്യം നടക്കുന്ന ദിവസം 30 വയസ്സാണ് അവൻ്റെ പ്രായം എന്നുള്ളത് നമ്മൾ മറന്നു പോരുത്. തുടർന്ന് ഒത്തുകിട്ടിയാൽ ഇങ്ങനെ ഈ അമ്മയെ അന്വേഷിക്കാനെന്നുള്ള രീതിയിൽ ഓരോ കമ്പാർട്ട്മെൻറ്റിൽ കയറി, പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ കമ്പാർട്ട്മെൻറ്റിലൊക്കെ അവൻ കയറിയിട്ട് അമ്മയെ അന്വേഷിക്കുന്ന മട്ടിലൊക്കെ അവൻ ചെയ്യുമ്പോൾ ഒത്തുകിട്ടിയാൽ കവർച്ച നടത്തി ഞൊടിയിടയിൽ അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യും. 2011 ഫെബ്രുവരി 1 സൗമ്യയുടെ കൊല അറിഞ്ഞ് കേരളം നടുങ്ങിയതുള്ളത് നമുക്കറിയാം. നമ്മളെല്ലാവരും നടുങ്ങിയ ഒരു സംഭവമാണ് 2011 ഫെബ്രുവരി
ഫെബ്രുവരി മാസം 1-ാം തീയതി. നമുക്കറിയാവുന്ന പോലെ സൗമ്യയുടെ വിവാഹം 23 വയസ്സുകാരിയാണ് അവളുടെ വിവാഹമൊക്കെ ഏകദേശം ഉറപ്പിച്ച ഒരു രീതിയായിരുന്നു. വളരെ ആഗ്രഹത്തോടുകൂടെ ജീവിച്ച ഇവളുടെ വരുമാനം കൊണ്ട്, ചെറിയ വരുമാനം കൊണ്ടാണ് അവളുടെ മാതാവായിരിക്കുന്ന സുമതിയും സഹോദരനും അടങ്ങുന്ന കുടുംബം പുലർന്നു വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ പെൺകുട്ടി സൗമ്യ, അവൾ എറണാകുളത്തൊരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി കഴിഞ്ഞ് ആഴ്ചയിൽ ഒരിക്കലാണ് വീട്ടിൽ വരാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന ആ സമയത്ത് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഗോവിന്ദസ്വാമി ട്രെയിനിൽ നിന്ന് സൗമ്യ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ തള്ളിയിടുകയും വളരെ മൃഗീയമായിട്ട് തന്നെ അവളെ കൊല്ലുകയൊക്കെ ചെയ്തത് നമുക്കറിയാം. അത് വളരെ കൃത്യമായി നടന്ന ഒരു ക്രൂര കൃത്യതയാണ്. എന്നിട്ട് ബലാത്സംഗം ചെയ്തു. വളരെ മൃഗീയമായി തന്നെ ആ പെൺകുഞ്ഞിനോട് മോശമായി പെരുമാറി അതിൻ്റെ പ്രൈവറ്റ് പാർട്സ് എല്ലാം അവനെ മൃഗീയമായി തന്നെ കടിച്ചു പറിക്കുകയൊക്കെ ചെയ്തായിട്ട് അവൻ്റെ നഖം കൊണ്ടതിൻ്റെ ഒക്കെ പാടുകൾ ഡോക്ടർ ഷേർലി വാസു വളരെ കൃത്യമായിട്ട് ചാനലിലൊക്കെ വിവരിച്ചത് നമ്മൾ പലരും കേട്ടതാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, അന്നത്തെ ദിവസം ഈ സംഭവം നടക്കുന്ന അന്ന് ഷൊർണൂർ പാസഞ്ചറിൻ്റെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് വിജനമായിരുന്നു. അന്ന് ആളുകളായിരുന്നു തന്നെ ഇല്ലായിരുന്നു. കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ സൗമ്യ എന്ന് പറയുന്ന പെൺകുഞ്ഞ് അവിടുന്ന് ഇറങ്ങിയതായിട്ടുള്ള സമയത്ത് ഇവനും ആ മോളുടെ പിന്നാലെ ചെന്നിട്ട് ഈ പാളത്തിൽ പരിക്കേറ്റ് മൃതപ്രായമായിട്ടുള്ള യുവതിയെ എടുത്തുകൊണ്ട് പോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് കേസ് എന്നുള്ളത് നമുക്കറിയാം. അർത്ഥപ്രാണയായിട്ടുള്ള ദേഹമാസകലം ചോരയൊലിക്കുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഒരു സെക്സ് മാനിയാക്കിനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. ബോധം പൂർണ്ണമായി നശിച്ചിട്ടില്ലാത്ത സൗമ്യ പ്രതിരോധിച്ചപ്പോൾ കല്ലെടുത്ത് മുഖത്തും തലയിലും ഇടിച്ചാണ് ഈ മനുഷ്യമൃഗം ഈ പെൺകുഞ്ഞിനെ ഉപദ്രവിച്ചത്. യുവതിയുടെ പക്കൽ നിന്ന് കിട്ടിയതാകട്ടെ വെറും 70 രൂപയും ഒരു സാധാരണ മൊബൈൽ ഫോണും മാത്രമായിരുന്നു. ഈ നരാധമന് കിട്ടിയിട്ടുള്ള ആകെ സമ്പത്ത് എന്ന് പറയുന്നത്. അവന് ഈ മൃഗ തുല്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഇവനെ അറസ്റ്റ് ചെയ്ത പോലീസ് SI ആയിരുന്ന ബഹുമാനപ്പെട്ട അഷറഫ് സാറ്, അന്ന് ഇവനെ അറസ്റ്റ് ചെയ്ത അദ്ദേഹം SI സാറ് വളരെ കൃത്യമായി ഇവൻ്റെ സ്വഭാവ ചേഷ്ടകളും ഇവൻ്റെ മൃഗീയതയെക്കുറിച്ചും വിവരിച്ചത് ഇന്നലെ നമ്മൾ പല മാധ്യമങ്ങളിലൂടെ കേട്ടതാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും 4 ദിവസത്തോളം ഉറക്കളച്ച് ഇവനെ പിടിക്കാൻ വേണ്ടി, നരാധമനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇവനെ പാലക്കാട് വെച്ച് പിടിക്കുന്ന ആ കാര്യങ്ങളൊക്കെ അഷറഫ് സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അവനെ പിടിച്ച ഉടനെ തന്നെ അവൻ പറഞ്ഞത്, അവൻ്റെ പേര് പറഞ്ഞ് ചാൾസ് എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലെ ഒരു പേരും കൂടെ കൂട്ടി പറഞ്ഞു. അപ്പോൾ അവിടെയാണ് കോയമ്പത്തൂരിനടുത്തുള്ള ഒരു ഗ്രാമമാണ് എൻ്റെ വീടെന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവനെ അവിടുത്തുകാരനല്ല എന്നുള്ളത് മനസ്സിലാക്കിയത്. പിന്നീട് പല പോലീസ് സ്റ്റേഷനിലുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അവിടുത്തെ ഒരു ലേഡി പോലീസുകാരി വളരെ കൃത്യമായിട്ട് ഇവനെക്കുറിച്ചുള്ള സൂചനകൾ കൊടുക്കുകയും ഇവൻ്റെ യഥാർത്ഥ പേര് ഗോവിന്ദസ്വാമിയാണെന്നും ആ ഗോവിന്ദസ്വാമി എന്നുള്ള പേരിൽ ആണ് ഇവൻ ചെറുപ്രായം മുതൽ തന്നെ ഇവൻ്റെ റെക്കോർഡ്സിലെല്ലാം കിടക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇവൻ്റെ അപ്പൻ അർമുഖമാണെന്നും ഒക്കെ അവിടെ വെച്ചാണ് അവർക്ക് മനസ്സിലായതും. ആ കാര്യങ്ങളൊക്കെ അഷറഫ് സാർ പറയുന്നുണ്ട്. എന്നാൽ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം കൂടി ഇതിനോട് ചേർന്ന് പറയട്ടെ. ഇന്നലെ ബിനു വി ജോണുമായിട്ട് ഒരു ചർച്ച ഏഷ്യാനെറ്റിനകത്ത് നടക്കുന്ന സമയത്ത് നമ്മുടെ മുൻ DGP ആയിരുന്ന സെൻകുമാർ സാർ, ഞാൻ അദ്ദേഹത്തെ ഏറെ ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹം പറഞ്ഞത് ചാർലി തോമസ് എന്നുള്ള പേരാണ് ഈ ഗോവിന്ദസ്വാമിക്ക് ഉപയോഗിച്ചത്. എനിക്ക് വളരെ ആശ്ചര്യകരമായിട്ട് തോന്നി. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ സംഘപരിവാറിനോടുള്ള അഭിരുചി എത്ര വലുതാണെന്നുള്ളത് അത് മനസ്സിലാക്കാൻ സാധിച്ചു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആളുകളെ വേർതിരിക്കാനായിട്ട് എത്രമാത്രം ഉത്സുകതയാണ് ഇത്തരത്തിലുള്ള കുടില ബുദ്ധികളുടെ മനസ്സിൽ കിടക്കുന്നതെന്നുള്ളതും കൂടെ അത് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സെൻകുമാറിനെ പോലെയുള്ള സാറുമാരിൽ നിന്ന് ഒരിക്കലും കേരളം കേൾക്കാൻ കൊതിക്കാത്ത തെറ്റായ വാർത്തകളാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ അതിരങ്ങളിൽ നിന്ന് വന്നതെന്ന് പറയുമ്പോൾ കേരളം ലജ്ജിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ DGP സ്ഥാനത്ത് വെച്ച് വാഴിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അപജയം എന്നുള്ളതും കൂടെ ഓർപ്പിക്കാതിരിക്കാൻ വയ്യ. ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന മറ്റ് സമുദായങ്ങളോടുള്ള ഒരു വലിയ പകയാണ്. ആക്ച്വലി ഈ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന പേര്, ആ പേരിലാണ് ഇയാളുടെ എല്ലാ കേസുകളും നടന്നിട്ടുള്ളതെന്നുള്ളത് അറിയാത്തവനല്ല ഈ സെൻകുമാർ സാറ്. അദ്ദേഹം ഒരു റിട്ടയേർഡ് DGP ആണ്. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. മാത്രമല്ല 2017 സെപ്റ്റംബർ മാസം 17-ാം തീയതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ബിനു വി ജോണ് ഏഷ്യാനെറ്റ് ചാനലിനകത്ത് ഒരു പ്രൈം ഡിബേറ്റിനകത്ത്
ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ തേജസ്സിൽ എഴുതിയതായിട്ടുള്ള ആളെയും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവരുടെ പേരുകളൊക്കെ വന്നു. ക്രൈസ്തവ സംഘടനയായിരിക്കുന്ന ആകാശപ്പറവകൾ എന്ന് പറയുന്ന ഒരു NGO ഉണ്ട്. നടത്തുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെയാണ്. അത് ഏറ്റവും അധികൃതരായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആകാശത്തിലെ പറവുകളെ പോലെ അങ്ങിങ്ങായിട്ട് അലഞ്ഞു തിരിയുന്ന മാനസിക പ്രയാസങ്ങളുള്ളവർ, അതുപോലെ തന്നെ കുടുംബങ്ങളില്ലാത്തവർ, ജീവിക്കാൻ മാർഗമില്ലാത്തവരായിട്ടുള്ള റോഡ് സൈഡിലൊക്കെ കിടക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ച് അവരെ വേണ്ടുന്ന ശുശ്രൂഷകൾ കൊടുത്ത് മനുഷ്യ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം മാനവികതയുടെ ആ മഹത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടി അധ്വാനിക്കുന്ന ആകാശപ്പറവുകളുടെ കൂട്ടുകാർ എന്നറിയപ്പെടുന്ന സംഘടനയും ഒക്കെ വളരെ മോശമായിട്ടാണ് ഈ സംഘപരിവാർ ഇപ്പോൾ ഈ വിധത്തിൽ അവരുടെ ലേഖനങ്ങളിലും അവരുടെ വാർത്തകളിലൊക്കെ കുത്തിച്ചെലുത്തിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളുകൾ, പേരുകൊണ്ടെങ്കിലും ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ഓർക്കണം, നിങ്ങൾ സംഘപരിവാറിനെ താലോലിക്കുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കൊടും ക്രൂരത അവർക്കുള്ള വേദികൾ ഒരുക്കുകയാണ്. പക്ഷേ അവരുടെ ഉള്ളിൽ കിടക്കുന്ന സർപ്പവിഷം എന്തെങ്കിലും പുറത്തിയാടുമെന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് ഇന്നലെ സംഭവിച്ചത്. അതിനെ ചൊല്ലി അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ക്രൈസ്തവ ചാനൽ പോലും ഇന്നലെ അതിനിട്ട് നല്ല മൂർത്താവിലിട്ട് അടിക്കുന്നത് കണ്ടു, വാക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ എത്ര വിരോധാഭാസമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കാര്യം ഓർക്കണം, ഈ ബിജു ആന്റണി ആളൂർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം മാത്രമായിരുന്നില്ല ഇദ്ദേഹത്തിന് വേണ്ടി വാദിച്ചത്. ഇദ്ദേഹത്തിന് ഈ പണം കിട്ടിയ എവിടെ നിന്നാണെന്നുള്ള വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ആളൂർ മരിക്കുന്നതിന് മുമ്പായിട്ട് ആ വക്കീൽ പറഞ്ഞു, പനവേലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് അന്ന് 3 പ്രാവശ്യം 5 ലക്ഷം രൂപ വെച്ച് അദ്ദേഹത്തിന് കിട്ടിയതെന്ന്, ഫീസായിട്ട് കിട്ടിയതെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ പനവേലി ഗ്യാങ് ആണ്, റോബറി ഗ്യാങ് ആണ് ഈ പണമൊക്കെ എത്തിച്ചു കൊടുത്തത്. പക്ഷേ ഇവിടെ പ്രചരിപ്പിച്ചത്, ചാനലുകളൊക്കെ പ്രചരിപ്പിച്ചത്, എല്ലാ ചാനലും അല്ല ഞാൻ പറയുന്നത്, ചില ചാനലുകൾ, അത് ബിനു വി ജോൺ വളരെ കൃത്യമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, 8 വർഷം മുമ്പ് തന്നെ പൊളിച്ചടക്കിയ ഒരു സംഭവമാണ്. വളരെ കൃത്യമായിട്ട് അതിൻ്റെ ചുമതലപ്പെട്ട അച്ഛന്മാരെ എല്ലാം വിളിച്ചിരുത്തിക്കൊണ്ട് തന്നെ ബിനു വി ജോൺ ആ ചർച്ച നടത്തുകയും ആ ചർച്ചയിൽ അന്ന് തേജസ് പത്രങ്ങളിൽ എഴുതിയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണ് എന്നുള്ളത് തെളിയിക്കപ്പെടുകയും ചെയ്തു. അവർ അത് തിരുത്തി, അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത് തിരുത്തിയെങ്കിൽ ഇപ്പോൾ അത് ഏറ്റെടുത്തിരിക്കുന്നത് സംഘപരിവാറിൻ്റെ ഗ്രൂപ്പുകളാണ്. എത്ര നിരാശാജനകമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ഈ ചാർലി തോമസ് എന്നുള്ള പേര് നിങ്ങൾ ചാർത്തി കൊടുക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണല്ലോ ഞാൻ പറഞ്ഞ കൃഷ്ണൻ. അതെന്താ നിങ്ങൾ പറയാത്തത്? നിങ്ങൾക്ക് ഭയമാണ് പറയാൻ, അല്ലേ? കാരണം ചിലതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ്. അപ്പം ഇത്തരത്തിലുള്ള കൊടും വിഷം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം ഈ നാടിനെ നിങ്ങൾ കുട്ടിച്ചോറാക്കും. അത് മറന്നു പോകരുത്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ പേര്, അവൻ്റെ ആ സ്വാമിയുടെ പേര്, സ്വാമി എന്നുള്ളതിന് പകരം ചാർലി എന്നിട്ടത്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രൈസ്തവരോടുള്ള വിദ്വേഷത്തിൻ്റെ വെളിപ്പെടുത്തലും കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ സാധാരണ സംഘപരിവാറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലുള്ള ആരായിരുന്നാലും, നിങ്ങൾ എത്ര പ്രഗത്ഭനായിരുന്നാലും ഓർത്തുകൊള്ളണം, തര കിട്ടുമ്പോൾ അവർ നിങ്ങളുടെ മൂർത്താവിലിട്ട് കൊത്തിയിരിക്കും. ആ കൊത്ത് ഭയങ്കര വിഷമുള്ള കൊത്തായിരിക്കും, നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത കൊത്തായിരിക്കും. അതിന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടത്. ആളൂരിനോടൊപ്പം തന്നെ ഈ കേസ് വാദിക്കാനുണ്ടായിരുന്ന ശിവരാജ് എന്ന് പറയുന്നതായിട്ടുള്ള വക്കീൽ, ശിവരാജ് വക്കീൽ, തൃശ്ശൂർക്കാരനായിട്ടുള്ള ശിവരാജ് വക്കീലും ഒക്കെ ചേർന്നാണ് ഈ കേസ് വാദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് മാമോദിസ കൊടുത്ത് മതപരിവർത്തനം നടത്തിയെന്നൊക്കെ ഹൈന്ദവ കേരളം എന്ന് പറയുന്ന ആ ഒരു ഓൺലൈൻ പത്രത്തിലൊക്കെ ആ ഒരു വാർത്ത കൊടുത്തിരുന്നു, മുമ്പ് കൊടുത്തിരുന്നു. ഇപ്പോഴും അത് ഇന്നലെയും എഴുതിയിട്ടുണ്ട് ആ വിധത്തിൽ. ഒന്ന് നോക്കിക്കോണം. എന്നിട്ട് അവനെ ചാർലി തോമസ് എന്ന പേരുകാരനാക്കി, അതാക്കിയിരിക്കുന്നത് ഇവിടുത്തെ ആകാശപ്പറവുകളെന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഗ്രൂപ്പാണെന്നും അവർ പണം കൊടുത്തിട്ട് അവർക്ക് മുംബൈയിലും അവർക്ക് കുന്നംകുളത്തും അതുപോലെ അവർക്ക് മദ്രാസിലും കോയമ്പത്തൂരും ഒക്കെ അവർക്ക് ഇതിൻ്റെ ശാഖകളുണ്ട്, വിദേശ പണം വരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കുപ്രചരണങ്ങൾ. വാസ്തവത്തിൽ ഇതൊന്നും തന്നെ സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇത് മുഴുവനും 100% നുണയായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം നുണകൾ ക്രൈസ്തവ സമൂഹത്തിനെതിരെ പ്രചരിപ്പിക്കുക എന്നുള്ളത് അവർക്ക് ആവശ്യമാണ്. കാരണം ഇന്ത്യയിൽ നടക്കുന്ന മതപരിവർത്തനം ആണെന്നും ആ മതപരിവർത്തനം നടത്തുന്നതെല്ലാം ക്രൈസ്തവരാണെന്നും വരുത്തി തീർക്കേണ്ടുന്നതിൻ്റെ വലിയ ഒരു ഉത്തരവാദിത്വം ഈ സംഘപരിവാർ ഗ്രൂപ്പിനുണ്ട്. അതുകൊണ്ടാണ് ഈ വിധത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, സത്യം 3 നാൾ മാത്രമേ കല്ലറയ്ക്കകത്തിരിക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ അത് ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ഈ ഗോവിന്ദസ്വാമി
എന്ന് പറയുന്ന നീചൻ, നിഷ്ഠൂരൻ, ക്രൂരൻ എന്നൊക്കെ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ വ്യക്തി അവൻ സ്വാമി തന്നെയാണ്, ഗോവിന്ദസ്വാമിയാണ്. അവൻ്റെ മറ്റൊരു പേര് കൃഷ്ണൻ എന്ന് തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കുത്തിച്ചെലുത്തുന്നത് പരസ്പരമുള്ള ഭിന്നതകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുവാനും സത്യസന്ധമായ വാർത്തകൾ എപ്പോഴും കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന സമയത്തും സത്യമായിട്ടുള്ള വാർത്തകൾ മാത്രമേ ഫോർവേഡ് ചെയ്യാവൂ. അത് നമ്മുടെ മാനുഷികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. അത് ശരിയായ വാർത്തയാണോ എന്ന് പരിശോധിക്കുക എന്നുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നമ്മളൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ ആളുകളുടെ വരിസംഖ്യ കൂട്ടാനും അല്ലെങ്കിൽ പണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പച്ചയ്ക്ക് നുണ പറയുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നമ്മളും പങ്കാളികളാകുകയും നമ്മളും നുണയ്ക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നവർ എന്ന് വരും. അതുണ്ടാകാതിരിക്കാൻ ഇടയാകട്ടെ. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹിതർക്കും മറ്റുള്ളവർക്കും കൂടെ നിങ്ങളത് ഫോർവേഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ആ ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണമേ. നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളും ഞങ്ങൾക്ക് സത്യമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കും. അതിനായിട്ട് സർവ്വശക്തനായ ദൈവം ഇടയാക്കട്ടെ. സൗമ്യയുടെ മാതാവ് പ്രിയപ്പെട്ട സുമതി ചേച്ചിക്ക് ദൈവമായ കർത്താവ് സമാധാനം കൊടുക്കട്ടെ. അവരുടെ ഹൃദയത്തിൻ്റെ വേദനകളെ ഇന്നലെ നമ്മൾ കേട്ടതാണ്. ആ വേദനകൾ പരിഹരിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവാത്മാവ് പ്രവർത്തിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്നേഹമുള്ള ജോൺസൺ തേക്കടിലച്ചൻ.